ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ തീരുമാനിച്ചു അങ്ങ് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. കൊഴിയാളാന്നാട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കിട്ടി, അതങ്ങ് വെട്ടി കറിയാക്കാമെന്ന് വിചാരിച്ചു. 2 പീസ് വറക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വറുത്തത് കഴിക്കാറില്ല, നീലൂട്ടനും കഴിക്കത്തില്ല. കാരണം നീലൂട്ടൻ കഴിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, എരിവുണ്ടാട്ടോ. ഇവിടെ കുരുമുളക് ഇട്ടിട്ടാണ്, കുരുമുളക് പൊടി ഇടും, മുളക് പൊടി ഇടും. അപ്പോൾ അതിൻ്റെ എരിവുള്ളത് കൊണ്ട് അവനങ്ങനെ പൊരിച്ചത് കഴിക്കത്തില്ല, അതായത് വറുത്തത് കഴിക്കത്തില്ല. അതാ കയ്യിൽ നിന്നും പോയി, അത് കഴിക്കത്തില്ല. അപ്പോൾ കറിക്കകത്തുനിന്ന് എടുക്കുന്ന പീസ് എടുത്ത് ഞാൻ ഇളക്കി, ചോറിൻ്റെ കൂടെ ഇളക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കി കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ നടക്കാറ്. അപ്പോൾ മീൻ വെട്ടി. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. ഒരു കിച്ചൺ വ്ളോഗെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുടക്കത്തിൽ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇന്നലെ ഇട്ട വീഡിയോ ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാം കേട്ടോ, റെഡിയാക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്ളോഗ് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ 4 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തമ്പനയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതങ്ങ് അപ്ലോഡ് ചെയ്തു. എന്തായാലും അത്യാവശ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്ര വലിയ വ്യൂസൊന്നും കിട്ടുന്നില്ല, എന്നാലും ഞാൻ ആഗ്രഹിച്ച പോലൊരു ഇത് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തേനെക്കാട്ടി കുറച്ചും കൂടി ബെറ്ററായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പോൾ വ്യൂസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ മീനൊക്കെ വെട്ടിയിട്ട് മീൻ കറി വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതങ്ങോട്ട് തട്ടിയിട്ട് ഒന്ന് ചൂടാക്കി, ഇപ്പം എല്ലാം കൂടെ തറയിൽ പോയേനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു. പിന്നെ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടംപുളി, ഒരു 2 പീസ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ മീൻ പെറുക്കി അതിനകത്തിട്ട് വേവിച്ചെടുത്തു. കറിയൊന്ന് കുറുക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ എൻ്റെ മീൻകറി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത്, ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എത്തിയല്ലോ. ഇന്നലെയാണ് വീട്ടിൽ നിന്ന് എത്തിയത്. ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച തിരിച്ചു വന്നു. ശനിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച തിരിച്ചു വന്നു കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. നൂലുകെട്ടിന് പോയതായിരുന്നേ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കും കേട്ടോ. ഷോർട്ട് വീഡിയോയിൽ ലിസ്റ്റിൽ കിടപ്പുണ്ടേ. അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പയറും കുറച്ച് ചീരയും ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അത് ഇന്നങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ചീര തോരനും പയറ് മെഴുക്കുവരട്ടിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ആകുമ്പോഴത്തേനും ഉച്ചക്കലത്തെ ഊണിന് പിന്നെ വേറെ എന്തോ വേണം അല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കറിയെല്ലാം ഞാൻ സെറ്റാക്കി. അതായത് മീൻ കറി വെച്ചു, മീൻ വറുത്തു, പയറ് മെഴുക്കുവരട്ടി വെച്ചു, ചീര തോരൻ വെച്ചു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ചോറ് വെച്ചിട്ടില്ല എന്ന്. പിന്നെ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് ഇട്ടപ്പോഴത്തേനും പെട്ടെന്ന് അത് വെന്ത് കിട്ടി കേട്ടോ. ഇല്ലായിരുന്നേ ഞാൻ പോയേനെ. ഇവിടെ പിന്നെ പെട്ടെന്ന് വേവുന്ന അരിയെ വാങ്ങിക്കാറുള്ളൂ, കാരണം ഗ്യാസിലാണ് നമ്മളെല്ലാം വെക്കുന്നത്. പുറത്ത് അടുപ്പുണ്ടായിരുന്നെങ്കിൽ, ഒരു വിറകടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അറിയാലോ, ഗ്യാസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അതിന് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ മീൻ കറിക്കും സെറ്റാക്കി വെച്ചു. മീൻ വറക്കാനുള്ളത് പുരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പയറെടുത്ത് ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പയർ എനിക്ക് മെഴുക്കുവരട്ടി വെക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തോരൻ വെക്കുന്നത് ഞാൻ അധികം കഴിക്കാറില്ല, എനിക്കെന്തോ ഇഷ്ടമല്ല. ചീര തോരൻ, ചുമന്ന ചീരയായാലും പച്ച ചീരയാണെങ്കിലും അത് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ പയർ തോരൻ എനിക്ക് അത്ര അങ്ങോട്ട് പ്രിയമല്ല. മെഴുക്കുവരട്ടിയാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ ഇതെല്ലാം നീലൂട്ടന് വേണ്ടിയിട്ട് എരി കുറച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. പയർ മെഴുക്കുവരട്ടിയിലാണെങ്കിൽ എരി തൊട്ടിട്ടേ ഇല്ല ഞാൻ. അല്ലെങ്കിൽ ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിടായിരുന്നു. അപ്പോൾ അവൻ കഴിക്കുന്നത് കൊണ്ട് ഞാൻ മുളകൊന്നും അരിഞ്ഞിട്ടിട്ടില്ല. പിന്നെ തോരൻ വെച്ചതിലും ഒരു പച്ചമുളക് ചതച്ച് ചേർത്തിട്ടേ ഉള്ളേ, അധികം എരിയൊന്നുമില്ല അതിന്.
അതിന് ശേഷം പയറെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം പയർ മെഴുക്കുപുരട്ടി വയ്ക്കാനായിട്ട് എല്ലാം സെറ്റാക്കി പയർ മെഴുക്കുപുരട്ടി വെച്ചിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ആ ചീനിച്ചട്ടിയിൽ തന്നെ ചീര തോരൻ വെക്കാനായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ലഞ്ചിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്. ഈ വീഡിയോ ഉച്ചയ്ക്കായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ലോങ് വീഡിയോസ് എൻ്റെ ലോങ് വീഡിയോസ് എല്ലാം ഞാൻ ഉച്ചയ്ക്ക് 1 മണി ടു 2 മണി ഇതിനിടയ്ക്ക് ഉള്ള സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ് കേട്ടോ. ഷെഡ്യൂൾ ചെയ്ത് ഞാൻ അങ്ങനെ വെക്കാറില്ല. ഇപ്പോൾ കറക്റ്റ് അൺലിസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അതായത് 1 മണി ടു 2 മണി ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഓർത്ത് ഓടി വന്നിട്ട് പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺലിസ്റ്റ് മാറ്റി പബ്ലിക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ അപ്ലോഡ് ചെയ്യുമ്പോഴേ എനിക്ക് വ്യൂസ് കുറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പയർ മെഴുക്കുപുരട്ടിക്ക് അങ്ങോട്ട് വെച്ചിട്ട് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ കുറേ നാൾ ആയി നമ്മൾ ചീര തോരൻ വെച്ചിട്ട്, പച്ച ചീര തോരൻ വെച്ചിട്ട്. ചുമന്ന ചീര വാങ്ങിച്ച് തോരൻ വെക്കാറുണ്ട് ഇടയ്ക്ക്. പച്ച ചീര ഇപ്പം കുറേ നാളായി കേട്ടോ. ഇത് വീട്ടിൽ അമ്മ നട്ട് വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് വളർത്തിയ ചീരയാണ് കേട്ടോ. അമ്മയോട് പറഞ്ഞപ്പോഴേ അമ്മ ഉള്ള എല്ലാം ഇനി തന്നു കേട്ടോ. കട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ ഇനി പൊട്ടിക്കിളിക്കുമല്ലോ, ഇനിയും അതിൽ നിന്ന് നമുക്ക് ചീര എടുക്കാം. ഇതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ ചട്ടിയിൽ വിതറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ ഞാൻ അതായിരുന്നു അപ്ലോഡ് ചെയ്തത്. ചീര വിത്ത് നടുന്നതിൻ്റെ ആ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഈ സമയത്താണ് ഞാൻ ചോറ് വെച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. ചോറും അപ്പുറത്തെ അടുപ്പിൽ വേവിക്കാൻ വെച്ചു. എല്ലാം സെറ്റാക്കി ഒതുക്കിയതിന് ശേഷം തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നേ, അതെടുത്ത് മൊത്തം ജ്യൂസ് അടിച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീലൂട്ടനും ചേട്ടായും ഒക്കെ എടുത്ത് കുടിച്ചോളും. അപ്പോൾ അതും സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിച്ചൺ വ്ളോഗ് കഴിഞ്ഞു, കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.